അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പാപ്പൻ്റെ കല്യാണം അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ നല്ല കളക്ഷനുള്ള സാരിയൊക്കെ കൂട്ടും കല്യാൺ ചെക്കന് പറ്റിയ നല്ല ഡ്രസ്സൊക്കെ ഉള്ളതായിരുന്നു. ഇവിടെ ചുരിദാരും അതൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഏതൊക്കെയോ ലോകത്ത് വന്ന പോലെ ആയിരുന്നില്ലേ. ജെൻസിനുള്ള എല്ലാ തവണ മുണ്ടുകളും നമ്മൾ ഇതിനടുത്ത് കുടുംബത്തിന് എല്ലാവർക്കും ഉള്ളത്. ഇത് സാരി ഉണ്ടാക്കുന്ന മെഷീനാണ്. സെറ്റ് സാരി അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ മെഷീനാണിത്. ഇതവരുടെ ഗോഡൗൺ ആണ്. നിങ്ങൾക്ക് ഇത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചാൽ മതി. അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല അതിനെക്കാട്ടും നല്ല സൂപ്പർ സാരികളൊക്കെ ആവും. അമ്മയും ഓരൊക്കെ കണ്ടപ്പോൾ ഇന്ന് ഏതെടുക്കണമെന്ന് പോലും കൺഫ്യൂഷനായി നിൽക്കുക. നമ്മളെ കല്യാണപ്പെട്ടുള്ള സാരി എല്ലാവരും കൂടി ചേർന്നിട്ട് നോക്കിയായിരുന്നു ഇത് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല കളക്ഷനൊക്കെ ഉള്ള സെറ്റപ്പ് ഇതൊക്കെ സാരികളായിരുന്നു. എന്താ പറയാ, അവിടുത്തെ ചേച്ചിമാർ നല്ല കമ്പനിയുള്ള ചേച്ചിമാരായിരുന്നു. പിന്നെ അവിടുത്തെ ലിസ്റ്റത്തെ ഉണ്ടായിരുന്നു, അത് നല്ല കമ്പനിയായിരുന്നു. പിന്നെ അതിൻ്റെ താഴത്തെ ലിസ്റ്റിൽ മൈനസ് കയറുകയാണെങ്കിൽ ബേക്കറി
ഒരുപാട് തര സാരികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, സൂപ്പർ സാരികളൊക്കെ. അപ്പം അവിടെ കല്യാൺ ചെക്കൻക്കുള്ള എല്ലാ ഉള്ള ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പർ ഷർട്ടായിരുന്നു അതൊക്കെ. അപ്പം നമ്മൾ കുറേ നേരം നിന്നപ്പോൾ അവിടെ ചായ അതൊക്കെ തന്ന്. പിന്നെ നമ്മൾ രാവിലെ വന്ന ആൾക്കാരായിരുന്നു, രാത്രി തന്നെ പോയി, ലാസ്റ്റ് തന്നെ പോയി. നല്ല സൂപ്പർ ഇത് തന്നെയായിരുന്നു കേട്ടോ ഗൈസ്, നല്ല സൂപ്പർ. നമുക്ക് കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ ഉള്ള സാധനങ്ങളും എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും എടുത്തത്, ഞങ്ങളുടെ കുടുംബത്തിലത്തെ എല്ലാവർക്കും എടുക്കാനാണ് പോയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അവസാനമുള്ള സാരീനെ സെലക്ട് ചെയ്ത്, സൂപ്പർ സാരി തന്നെയാണ്. ഞങ്ങളപ്പം വന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം ആ സാരി. അപ്പോൾ ഞങ്ങൾ അതിനെ സെലക്ട് ചെയ്തു. അവിടുത്തെ ചേച്ചിമാർ നല്ല ചേച്ചിമാരാണ്. ഞങ്ങൾ ഓടി കളിച്ചപ്പോൾ വഴക്കൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ എന്തൊക്കെ കളിച്ച കളിയുണ്ടെങ്കിലും മനസ്സിലാവും. അച്ഛനും അമ്മമാരും സാരിയൊക്കെ നോക്കണോണ്ട് അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല ഡാൻസും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളിക്കാനൊക്കെ തുടങ്ങി. ഒരു ഗിഫ്റ്റ് അവർ തന്നു. പിന്നെ ഞങ്ങൾ പോകാനായപ്പോൾ ഞങ്ങൾ ഈ കടലിന് മിസ്സാണ്ട് ചെയ്തു. ഞങ്ങൾ വരൂലല്ലോ നിന്നിട്ട്, കുറേ ദൂരമുള്ള സ്ഥലമാണ്, ഒറ്റപ്പാലമായുണ്ട്, നല്ല ദൂരമുള്ള. അപ്പം നിങ്ങൾ വന്നതിന് നല്ല സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നല്ല ഹാപ്പി ആയിട്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ട് അവിടുത്തെ ചേച്ചിമാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നുണ്ട്, ഏട്ടന്മാർ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് അതൊക്കെ പോലെ ഇതായിരുന്നു. വണ്ടി വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിക്കുന്നു. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അതിലപ്പോൾ ഗൈസ് നമ്മൾ വരുന്നപ്പോൾ പോകുമ്പോൾ ഈ എല്ലാവരും എയർലൈറ്റ് തന്നെ, നീ വേറെ ഒരു കടയൊക്കെ പോയില്ലെങ്കിൽ എയർക്ക് പോവുകയാണെങ്കിൽ സൂപ്പർ സെറ്റ് സാധനങ്ങൾ തന്നെ കിട്ടും. അവരെന്നെയാണ് നമ്മളെ വണ്ടിക്ക് ഒരു കവറല്ല, ഒരു ബാഗ് പോലത്തെ ഇതിൽ വെച്ച് തന്നത് ഡ്രസ്സൊക്കെ. ഇത്രയും നല്ല ഡാൻസ് ആയിരിക്കും. ഇങ്ങനത്തെ കളക്ഷൻ ഞാൻ ഈ ലോകത്തെ കണ്ടിട്ടില്ല. അങ്ങനത്തെ